DFും BJPയും അവരെ പിന്തുണക്കുന്ന മാധ്യമങ്ങളുമെല്ലാം ഉയർത്തിയ പ്രചരണങ്ങളെയെല്ലാം ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നതാണ് ഈ വമ്പിച്ച നവകേരള സദസ്സിൻ്റെ ജനപിന്തുണയോടുകൂടി കാണാൻ സാധിക്കുന്ന ചിത്രം. ഓരോ പ്രചരണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും അവ പൊളിയുന്നതോടെ പുതിയത് എന്ത് എന്ന് കണ്ടെത്തി അത് മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നിലയാണ് സ്വീകരിച്ചത്. ബസ്സിൽ തുടങ്ങിയ വിവാദം പിന്നീട് പരാതികളും നിർദ്ദേശങ്ങളും ഗൗരവമായി എടുക്കുന്നില്ല എന്ന തരത്തിലേക്കാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. പരാതി സ്വീകരിച്ച ശേഷം അത് നൽകിയ കവറുകൾ കാണിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് നവകേരള സദസ്സിനെ ഏതെങ്കിലും രീതിയിൽ അപവാദത്തിലേക്ക് നയിക്കാൻ സാധിക്കുമോ എന്ന ശ്രമത്തോടുകൂടി ശബരിമലയെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചത്. അവിടെ തിരക്കായിരുന്നു എന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിച്ചതാണ്. സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും, ഇനിയിപ്പോൾ വെക്കേഷൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ഇതുപോലെ നല്ല രീതിയിൽ ഭക്തർ മുന്നോട്ടേക്ക് വരുന്ന ദിവസങ്ങളാണ്. എല്ലാ സജ്ജീകരണങ്ങളും ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ഒരുക്കിയാലും ഈ ജനപ്രവാഹം, ഭക്തജനങ്ങളുടെ പ്രവാഹം അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നുള്ളതും സത്യമാണ്. എന്നാൽ അതിനു പകരം ബസ്സിൽ കരയുന്ന ഒരു കുട്ടിയുടെ ഫോട്ടോ ചിത്രം കാണിച്ച് അത് ശബരിമലയുടെ ഭാഗമായിട്ടുള്ള പീഡനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന നില വരെ എത്തിച്ചേർന്നു. അത് ആദ്യം BJP ആണ് ഉയർത്തിക്കൊണ്ടുവന്നത്, പിന്നീട് UDFും അത് ഏറ്റുപിടിച്ചു. അതിൻ്റെ വസ്തുത എന്താണ് എന്നെല്ലാവർക്കും പിന്നീട് മനസ്സിലാകുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ കാണിക്ക ഇടരുത് എന്നത് മുമ്പ് തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സ്ലോഗനാണ്. അതിപ്പോഴും വീണ്ടും ആവർത്തിക്കുന്ന നില ഉണ്ടായി. എല്ലാ കള്ളപ്രചാരവേരുകളെയും ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നതാണ് ഈ പരിപാടികളെല്ലാമുള്ള ജനപങ്കാളിത്തം വ്യക്തമാക്കുന്നത്. നവകേരള സദസ്സ് മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കേന്ദ്ര സംസ്ഥാന ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി, ഫെഡറൽ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തി സംസ്ഥാനത്തോട് കേന്ദ്രം കാണിക്കുന്ന പ്രത്യേകിച്ച് സാമ്പത്തിക ഉപരോധത്തെ പറ്റിയാണ്. അത് നല്ല നിലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്കിടയിൽ നല്ല തോതിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത് തള്ളിക്കളയാനാവാത്ത വിധം ഇന്ന് ജനങ്ങൾക്കിടയിൽ സ്വാധീനം നേടിക്കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം UDF കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ എല്ലാം പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെൻറ്റാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി തന്നെ കേന്ദ്രത്തിൻ്റെ അവഗണന സംസ്ഥാനത്തിന് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യം പറയേണ്ടി വന്നു. അത് സ്വാഭാവികമായിട്ട് ഇതേവരെ ചൂണ്ടിക്കാണിച്ച UDFിൻ്റെ ധാരണകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ധാരണയാണ്. കോൺഗ്രസ് MP-മാർ ചിലർ, TN പ്രതാപനെ പോലുള്ള MP-മാർ തന്നെ പാർലമെൻറ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുമെന്ന് പറയുന്ന നിലവരെ എത്തി. അപ്പോൾ അതിൻ്റെ അർത്ഥം കേരളത്തിൽ BJPയുമായി ചേർന്ന് സംസ്ഥാന സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന UDFിൻ്റെ രാഷ്ട്രീയ സമീപനങ്ങളെ തുറന്നു കാട്ടാൻ കഴിയുന്ന വിധം ജാഥ
മുന്നേറിയിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം EDയുടെ സമൻസാണ്. കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ തെറ്റായി ഇടപെടുന്നു എന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒന്നാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഏജൻസികളെ ഉപയോഗിച്ചൊരു പുകമറ സൃഷ്ടിച്ച് LDF സർക്കാരിനെ വീണ്ടും അധികാരത്തിലേക്ക് എത്തിക്കുക എന്നതിന് തടയിടാനാവും എന്നായിരുന്നു കേന്ദ്ര ഏജൻസികളും UDFും BJPയും എല്ലാം കരുതിയിരുന്നത്. എന്നാൽ അത്തരം കള്ളക്കേസുകളുടെ ഭാഗമായി മുൻ ധനകാര്യ മന്ത്രി കൂടിയായിരുന്ന തോമസ് ഐസക്കിനെതിരെ ED അയച്ച സമൻസ് നിരുപാധികം പിൻവലിച്ചതായി അവർ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. അവർ കെട്ടിപ്പൊക്കാൻ തീരുമാനിച്ച ഒരു വലിയ കാര്യമായിരുന്നു കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ആ വകുപ്പ് കൈകാര്യം ചെയ്ത ധനകാര്യ വകുപ്പ് മന്ത്രിക്കെതിരായി, പ്രത്യേകിച്ച് തോമസ് ഐസക്കിനെതിരായി ED സമൻസ് അയച്ചു എന്ന വാർത്ത. അത് പിന്നെ കോടതിയിൽ പോയി, അത് പിന്നെ വീണ്ടും കോടതി ഇടപെട്ടു, അതിൻ്റെ മേലെ വീണ്ടും കോടതി ഇടപെട്ടു. ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ചുറ്റിക്കളിക്കണ്ട എന്ന് കോടതി EDയോട് പറയുന്നതോടുകൂടി ആ ചുറ്റിക്കളി ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. വ്യക്തമായ കാരണങ്ങളില്ലാതെ സമൻസ് നൽകരുതെന്നും ചുറ്റിത്തിരിഞ്ഞുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകരുതെന്നും കോടതി ഇപ്പോഴും നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുറേ കാലമായി കേന്ദ്ര ഏജൻസികളെ സംബന്ധിച്ച് പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ അടിവരയിടുന്ന ഒന്നാണ് ഈ കോടതി വിധി എന്ന് കാണാൻ കഴിയും. വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നം ഗവർണറുടെ നിലപാടാണ്. ഗവർണറുടെ കാലാവധി ഇനി വളരെ ചുരുക്കം മാസം മാത്രമേ ഉള്ളൂ. ആ ഒരു ചെറിയ കാലാവധിക്കുള്ളിൽ ഇങ്ങനെയാണ് സംഘപരിവാറിൻ്റെ പ്രധാനപ്പെട്ട ലിസ്റ്റിലേക്ക് കടന്നു വരേണ്ടത് എന്ന കാര്യം ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സംഘപരിവാർ പ്രീണനം ഏറ്റുവാങ്ങുന്നതിൻ്റെ ഭാഗമായി RSSൻ്റെ സർവസംഘചാലകിനെ തന്നെ നേരിട്ട് കാണാൻ ശ്രമിച്ച കാര്യം നമുക്കറിയാം. അദ്ദേഹം ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാനസിക നിലയുടെ കൃത്യമായ അവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഗവർണറായിരിക്കുന്ന ഒരു വ്യക്തി സംസ്ഥാന സർക്കാരിനെതിരെയും കേരളത്തിനെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേലകൾ ഒരു ഗവർണർക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കേണ്ടതാണ്. സംഘപരിവാർ വേദികളിലാണ് അദ്ദേഹം ഇത്തരം വിമർശനങ്ങൾ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ഗവൺമെൻറ് രാഷ്ട്രീയമായി സർവകലാശാലകളിൽ ഇടപെടുന്നു. അത് പറയുന്നത് ചാൻസലർ കൂടിയായ ഗവർണറാണ് എന്നുള്ളതാണ് ഗൗരവം. ആരാണ് ഇടപെടുന്നത് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമുക്കെല്ലാം പകൽ വെളിച്ചം പോലെ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ RSS സംഘപരിവാർ വിഭാഗങ്ങളുമായിട്ടുള്ള അടുത്ത ബന്ധം, ആ ബന്ധം വെച്ചുകൊണ്ട് അവരുടെ അജണ്ട ഔപചാരികമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ഗവർണർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിപ്പോഴും എല്ലാവർക്കും വ്യക്തമായി. വൈസ് ചാൻസലർമാരുടെ കാര്യത്തിലെടുത്ത നിലപാട്, ഇപ്പോൾ
ഇപ്പോൾ ഏറ്റവും അവസാനമായി കാലിക്കറ്റ് കേരള സർവകലാശാലയിലേക്കുള്ള ഭരണഘടന വിഭാവനം ചെയ്യുന്ന കാഴ്ചപ്പാടുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ആദ്യം UDFകാർക്കും BJPക്കാർക്കും വേണ്ടിയുള്ള പ്രവർത്തനവും പിന്നീട് UDFനെ അങ്ങോട്ട് ഒഴിവാക്കി സംഘപരിവാർ വിഭാഗത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള നോമിനേഷനും കൃത്യമായ രാഷ്ട്രീയ ഇടപെടലാണ്. അദ്ദേഹത്തിന് ഇവിടെ നിന്നാണ് അദ്ദേഹം സമർപ്പിച്ച ലിസ്റ്റിലുള്ള പേര് വന്നത് എന്നതിന് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. സംസ്കാരരഹിതമായ പ്രവർത്തനവും ഭീഷണിയുമെല്ലാം ഉപയോഗിക്കുന്ന ഒരു നിലയിലേക്ക് ഗവർണർ തരം താണിരിക്കുകയാണ്. ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളോട് ഗവർണർ നടത്തിയ പരാമർശങ്ങൾ ഒരു സാധാരണ പൗരന് പോലും യോജിച്ചതാണോ എന്ന് സ്വയം പരിശോധനയ്ക്ക് അദ്ദേഹം വിധേയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. സംഘപരിവാർ വിഭാഗങ്ങളെ സർവകലാശാലകളിലേക്ക് തിരികെ കയറ്റിക്കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന നിലപാട് ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഗവർണർക്ക് ഭരണഘടന നൽകിയിട്ടുള്ള പദവിയും അധികാരവുമുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ പെരുമാറ്റവും നിലപാടും ഭരണഘടനാപരമായിട്ടുള്ളതാണെന്ന് ആർക്കും പറയാനും അവകാശപ്പെടാനും സാധിക്കുന്നതല്ല. ഫയലുകൾ പിടിച്ചു വെക്കുന്ന കാര്യത്തിൽ അദ്ദേഹം സ്വീകരിച്ച സമീപനത്തെ സുപ്രീം കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോഴേറ്റവും അവസാനമായി കേരള സർവകലാശാലയിലെ സെനറ്റിലേക്ക് നടന്ന നാമനിർദ്ദേശം തെറ്റായിരുന്നു എന്ന വിമർശനം ഉൾക്കൊണ്ടുകൊണ്ടാണ് കോടതി തന്നെ ആ നടപടി 4 പേരുടെ കാര്യത്തിൽ സ്റ്റേ ചെയ്തിരിക്കുന്നത്. എല്ലാ കാര്യവും അതേപോലെ തന്നെ ചെയ്തതാണ്. 4 പേരുടെ നോമിനേഷൻ സ്റ്റേ ചെയ്തതുപോലെ യഥാർത്ഥത്തിൽ എല്ലാവരുടെയും നോമിനേഷൻ സ്റ്റേ ചെയ്യേണ്ടുന്നതാണ് നിയമപരമായിട്ട്. അപ്പോൾ ഇത്തരത്തിൽ പെരുമാറുന്ന ഘട്ടത്തിൽ പ്രതിഷേധം ഉയർന്നു വരിക സ്വാഭാവികമാണ്. ആ പ്രതിഷേധമാണ് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇപ്പോഴും വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സാണ് യഥാർത്ഥത്തിൽ ഗവർണർ കാണിക്കേണ്ടത്.